നമ്മുടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പോളിംഗ് ശതമാനം 2019 ഏതാണ്ട് 6% കുറവാണെന്നാണ് ഇതുവരെ ലഭ്യമായ കണക്കുകൾ പറയുന്നത്. അപ്പോൾ വോട്ട് ചെയ്യാൻ ആളുകൾക്ക് വിമുഖതയുണ്ടോ? ഉണ്ട്. 6.8 ഏകദേശം 7%. 7% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80 ലക്ഷത്തോളം പേര് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കണക്ക്. മൊത്തം വോട്ടർമാരുടെ എടുത്തിട്ട് കൃത്യമായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തൊന്നും നോക്കിയിട്ടില്ല. ഏതായാലും 70 to 80 lakhs ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. അത് രാഷ്ട്രീയ പാർട്ടികൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. അവർ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതിൻ്റെ ഗുണം ആർക്ക് കിട്ടുമെന്നുള്ള തർക്കത്തിലാണ്. ഞങ്ങളുടെ കുറഞ്ഞിട്ടില്ല, അവൻ്റെ കുറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തർക്കിച്ച് നിൽക്കുന്നു. ഇത് വാസ്തവത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞു വരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സുനിലിനോട് പറഞ്ഞിരുന്നല്ലോ, സർവസമ്മതമായ ഒരു ഇക്വേഷൻ കേരളത്തിൽ എവിടെയും പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കുന്ന ഒരു ഇക്വേഷൻ, ആരധികാരത്തിൽ വന്നിട്ടും ഒരു പ്രയോജനമില്ല. നമ്മൾ അധ്വാനിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, പണിയെടുത്താൽ ജീവിക്കാം. ഇത് എല്ലാവരും കൈയടിച്ച് സമ്മതിക്കും. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ തൊഴിലില്ലാത്തവനെന്നോ ഗൾഫിൽ പോയവനെന്നോ ഒരു വ്യത്യാസമില്ല, അത് എല്ലാവരും ഇത് സമ്മതിക്കും. ഈ കോർ ആയിട്ട് ഇപ്പോൾ CPM അതിൽ ഉള്ളവർ മിണ്ടാതിരിക്കും. ഇതിനെ എതിർക്കാൻ പോയാൽ നടക്കില്ല എന്ന് അവർക്കറിയാം. ഉള്ളിൽ ഇത് ശരിയല്ല, നമ്മുടെ പാർട്ടിക്ക് ഊട്ടിയുണ്ട്, ഇങ്ങനെയൊക്കെ അവർക്ക് സങ്കടം തോന്നും ഉള്ളിൽ, അവർ മിണ്ടാതിരിക്കും. ബാക്കിയുള്ള എല്ലാവരും തന്നെ കോൺഗ്രസ്, BJP എല്ലാവരും സമ്മതിക്കരുത്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ചിരിച്ചുകൊണ്ടിരിക്കും ഇത് കേൾക്കുമ്പോൾ, അവരും എതിർക്കാൻ പോകില്ല. പക്ഷെ അത് വാസ്തവം, കാരണം ഇത് സത്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇതിന് എതിരെ ഇപ്പോൾ വലിയൊരു ബുൾവർക്കായിട്ട് നിൽക്കുന്നത് നരേന്ദ്രമോദി മാത്രമാണ്. പറഞ്ഞാലൊരു കാര്യം ചെയ്യണം എന്ന് വാശിയുള്ള നിർബന്ധമുള്ള ഒരാൾ, അതിനു വേണ്ടിയിട്ട് 24 മണിക്കൂറും അധ്വാനിക്കുന്ന ഒരാൾ, 100% വിജയിച്ചില്ലെങ്കിൽ പോലും ഒരു 75-80 വരെ കാര്യങ്ങൾ എത്തിക്കുന്ന ഒരാൾ. അതുകൊണ്ടാണ് മോദിക്ക് ഈ ക്രെഡിബിലിറ്റി. അല്ലാതെ അദ്ദേഹം ഫാസിസ്റ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ മജീഷ്യൻ ആയതുകൊണ്ടോ ജനാധിപത്യ വിരുദ്ധനായതുകൊണ്ടോ ഒന്നുമല്ല, അധ്വാനശീലനായതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ മാക്സിമം ആൾക്കാരെ ഈ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ മോദിക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുള്ളവരും പ്ലസ് ബ്യൂറോക്രസിയും. അവിടെ ഇവിടെയൊക്കെ വീക്ക് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ടാർഗറ്റ് ചിലതൊക്കെ എത്താതെ പോകുന്നത്. എന്നാലും ആത്മാർത്ഥതയുള്ളൊരു രാഷ്ട്രീയക്കാരൻ ഈ മനുഷ്യനാണ് എന്ന് ആളുകൾക്കൊരു തോന്നലുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വളരെ നേരത്തെ അദ്വാനി പറഞ്ഞിരുന്നു, എ ലാർജ് ഏരിയ ഓഫ് ഗവേണൻസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഐഡിയോളജി. ഈ ഒരു പാർട്ടിയുടെ ആദർശം, തത്വശാസ്ത്രം, പ്രത്യയശാസ്ത്രം എന്നൊക്കെ പറയുന്ന വലിയ കടുപ്പപ്പെട്ട വാക്കുകളുണ്ടല്ലോ, അതും ഈ ഭൂമിയുമായിട്ട് വലിയ ബന്ധമൊന്നും പലപ്പോഴും ഇല്ല. കുടിവെള്ള വിതരണം, അതിലെന്താ അഭിപ്രായ വ്യത്യാസം? CPM-ഉം കോൺഗ്രസും BJP-യും തമ്മിൽ എല്ലാവർക്കും കുടിവെള്ളം കിട്ടണം. പോപ്പുലർ ഫണ്ടുകാരാണെങ്കിലും കുടിവെള്ളം കിട്ടിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ കുടിവെള്ളം, റോഡ്, വൈദ്യുതി, തൊഴിൽ ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം, പാർപ്പിടം, ഏതെങ്കിലും ഒരു തൊഴിലെടുത്ത് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം, ഇതൊക്കെ ഐഡിയോളജി എന്തുമായിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തേ പറ്റുള്ളൂ. ദെയർഫോർ എ ലാർജ് ഏരിയ ഓഫ് ഗവേണൻസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഐഡിയോളജി. ഐഡിയോളജിയിലൊക്കെ പ്രശ്നം വരുമ്പോൾ ഈ മറ്റേ ആർട്ടിക്കിൾ 370 എടുത്ത് കളയണോ വേണ്ടയോ, യൂണിഫോം സിവിൽ കോഡ് വേണോ വേണ്ടയോ, CAA വേണോ, ഗോവധ നിരോധനം വേണോ വേണ്ടയോ, CAA ഒന്നും ഈ ആദർശവുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. അല്ല, BJP-യുടെ ഐഡിയോളജിയുടെ ഭാഗമല്ലേ? ഐഡിയോളജിയുടെ ഭാഗവുമല്ല. BJP-യുടെ ഐഡിയോളജിയെ അല്ല, അത് മഹാത്മാഗാന്ധിയുടെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. അതിനും ഐഡിയോളജിയുമായിട്ട് ബന്ധമില്ല. ഭാരതം വിഭജിച്ചപ്പോൾ കുറേ അധികം പേര് പാകിസ്ഥാനിൽ പെട്ടുപോയി, ഹിന്ദുക്കൾ. കുറേ എണ്ണം ഓടി ഇവിടെ വന്നു. കുറേ മുസ്ലിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചു. ഇവിടെ നിന്ന് കുറേ മുസ്ലിങ്ങൾ സ്വർഗരാജ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോയി. ഇപ്പം ഇപ്പുറത്ത് വന്ന ഹിന്ദുക്കളുണ്ടല്ലോ,
ആ ഹിന്ദുക്കൾ പ്രത്യേകിച്ച് ഡൽഹി പഞ്ചാബ് ഏരിയയിലൊക്കെ മുസ്ലിങ്ങൾ ഒഴിഞ്ഞുപോയ സ്ഥലത്ത് കയറി താമസിച്ചു. അവരുടെ പള്ളിയിൽ വരെ കയറി താമസിച്ചു. അവരിറങ്ങിക്കൊടുക്കണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. ഫെബ്രുവരി 3-ാം തീയതി ഞാൻ ഹിന്ദുക്കളെയും സിഖുകാരെയും കൊണ്ട് പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകും, അവരുടെ ഒറിജിനൽ സ്ഥലത്തേക്ക് തിരിച്ചു പോയി അവരെ താമസിപ്പിക്കും എന്ന് ഗാന്ധിജി വാക്കുകൊടുത്തു. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രശ്നം മാറി. ഗാന്ധിജിക്ക് പോകണമെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് വേണം, പാകിസ്ഥാൻ്റെ വിസയും വേണം. ഈ ഇടകൂടമൊന്നും ഗാന്ധി ആലോചിച്ചില്ല. ഗാന്ധി അപ്പോഴും മനസ്സുകൊണ്ട് പാർട്ടീഷനെ അംഗീകരിച്ചില്ല. അദ്ദേഹം ഇത് പറഞ്ഞിരുന്നല്ലോ, പാർട്ടീഷൻ നടത്തണമെങ്കിൽ എന്നെ വെട്ടി മുറിക്കണം. അപ്പോൾ ഒരു ദിവസം ഈ ബിർള മന്ദിരത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സഭയിൽ അദ്ദേഹം പറഞ്ഞു, ഹിന്ദുക്കളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് പാകിസ്ഥാനിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇപ്പുറത്തേക്ക് വാ, ഭാരതത്തിലേക്ക് വാ, നിങ്ങൾ എൻ്റെ സ്വന്തം ആൾക്കാരാണ്, ഞാൻ നിങ്ങൾക്ക് പൗരത്വം തരും, നിങ്ങൾക്കിവിടെ എല്ലാ സൗകര്യവും തരും എന്ന് ഗാന്ധിജി ഒരു വാക്ക് കൊടുത്തു. അതിനെ തുടർന്ന് നെഹ്റു ആ വാക്ക് കൊടുത്തു, മൗലാന അബ്ദുൽ കലാം ആസാദ് വാക്ക് കൊടുത്തു, എല്ലാവരും വാക്ക് കൊടുത്തു. ആ വാക്ക് പാലിക്കുക എന്നുള്ള സംഗതിയാണ് ഈ CAA. അത് ഇത്രയും കാലം പാലിച്ചിരുന്നില്ല. അത് കോൺഗ്രസ് പറയുന്നില്ലല്ലോ. കോൺഗ്രസ് പറയില്ല, ഹിന്ദു ഫാസിസ്റ്റ് ശൈലിയുടെ ഭാഗമൊന്നുമല്ല. കോൺഗ്രസ് പറയില്ല, കമ്മ്യൂണിസ്റ്റ് പറയില്ല, BJP പോലും അത് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ഇത് പറഞ്ഞ ഏക മനുഷ്യൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അതിൻ്റെ പേരിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പുള്ളിയെ തല്ലാൻ പോയത് ഇർഫാൻ. കാരണം അദ്ദേഹം ഈ വകുപ്പും ചട്ടവും സംഗതിയും എല്ലാം കൂടെ എടുത്ത് ഉദ്ധരിച്ചു, ഈ പ്രസംഗങ്ങൾ എടുത്ത് ഉദ്ധരിച്ചു. മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞു, ഇവിടെ നിന്ന് കുറേ ചെളിവെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകിപ്പോയി, പക്ഷെ മുഴുവൻ പോയില്ല, കാരണം ഇവിടെ ചില കുഴികളുണ്ടായിരുന്നു, അവിടെ ആ ചെളിവെള്ളം കിടപ്പുണ്ട്, അതിൻ്റെ നാറ്റം കൊണ്ടാണ് ഭാരതത്തിൽ ഈ കുഴപ്പം എന്ന് മൗലാന അബുൽ കലാം ആസാദ് പ്രസംഗിച്ചു. ഇത്രയും എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇർഫാൻ ഹബീബ് എണീറ്റ് കയ്യേറ്റം ചെയ്യാനായിട്ട് മുതിരുകയും പ്രസംഗം നിർത്തുകയും താൻ ഗോഡ്സെയെ പറ്റി പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് പറഞ്ഞു, പിന്നീട് രാജ്ഭവനിൽ പറഞ്ഞു, ആർക്കാണ് CAA പറ്റി ക്ലാരിഫിക്കേഷൻ വേണ്ടത്, ഏത് മുസ്ലിമിനാണ് അല്ലെങ്കിൽ ഹിന്ദുവിനാണ്? രാജ്ഭവൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു, നിങ്ങൾ വരണം, ഞാൻ പറഞ്ഞു തരാം. ഭീമാപ്പള്ളി ഭാഗത്ത് നിന്ന് ഒരു 5 or 6 അവരുടെ സ്ഥാനപ്പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പല വിധത്തിൽ ഇമാം, അത് ഇത്, മൗലവി, പേരുകൾ എനിക്ക് ഫെമിലിയർ അല്ല, പക്ഷേ താടിയും തലക്കെട്ടും ഒക്കെയുള്ള അവരുടെ മത നേതാക്കൾ, ഇവർ 6 പേരോ മറ്റോ ആരിഫ് മുഹമ്മദ് ഖാനെ ചെന്ന് കണ്ടു. അദ്ദേഹം അവരെ കൺവിൻസ് ചെയ്തു, അവർ തിരിച്ചുപോയി. അതിനുശേഷം സുനിൽ നോക്കിക്കോളും, ആ ഭാഗത്ത് CAA അധികം കളിയില്ല. CAA പ്രസംഗങ്ങളൊക്കെ മറ്റ് ഈ മലപ്പുറം, പൊന്നാനി, കോഴിക്കോട് ആ ബെൽറ്റിലൊക്കെയാണ് ഈ കളി നടക്കുന്നത്. പാലസ്തീനാണെങ്കിൽ CAA ആണ്. എന്തുകൊണ്ടാണ് മുസ്ലിം കോൺസെൻട്രേഷനുള്ള ഭീമാപ്പള്ളി, തിരുവനന്തപുരത്ത് വള്ളക്കടവ്, ഭീമാപ്പള്ളി ആ ഏരിയ ഉണ്ടല്ല, എന്താ അവിടെ ഇത് നടക്കാത്തത്? വല്ലപ്പോഴും ഒന്നും നടന്നാലായി. ഈവൻ ആലപ്പുഴയിലും കായംകുളത്തും നടക്കും, പക്ഷെ അവിടെ നടക്കില്ല. ഈ ഒറ്റ മനുഷ്യൻ കാരണം. പണ്ട് മൗണ്ട് ബാറ്റൻ പറഞ്ഞിരുന്നു, ഈ വിഭജനം നടക്കുമ്പോഴുണ്ടല്ലോ, 55,000 പട്ടാളക്കാരെയാണ് ഞാൻ പഞ്ചാബ് അതിർത്തിയിൽ വിന്യസിച്ചത്, അവർക്ക് കലാപം അടിച്ചമർത്താൻ പറ്റുന്നില്ല. ഒരു മനുഷ്യൻ ഷർട്ട് പോലും ഇടാതെ ഒറ്റയ്ക്ക് ബംഗാളിൽ പോയിട്ട് കംപ്ലീറ്റ് കലാപം നിർത്തിച്ചു. മഹാത്മാഗാന്ധിയെ പറ്റി പറഞ്ഞതാണ്. ഇതുപോലെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ ആ ഏരിയ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു. യു ഹാവ് ടു ഹാവ് ദാറ്റ് കൺവിൻസിങ് പവർ വിത്ത് പീപ്പിൾ ഫോർ വിച്ച് യു ഷുഡ് ഗെറ്റ് കൺവിൻസ് ഫസ്റ്റ്. ഈ ചരിത്രം മനസ്സിലാക്കിയിട്ട് ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. നമ്മളുടെ ഒറിജിനൽ പോയിൻ്റ് എന്തായിരുന്നു? നമ്മൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിനെ കുറിച്ചാണ്. അപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ ഈ ഡിസില്യൂഷൻ്റെ ആകുന്നു ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു 29% ആൾക്കാരാണല്ലോ വോട്ട് ചെയ്യാത്തത്. അതിലൊരു 10% വേണമെങ്കിൽ നമുക്ക് സുഖമില്ലാതെ കിടക്കുന്നവർ മറ്റു രീതിയിൽ എൻഗേജായിപ്പോയി, അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ വിചാരിക്കാം. ബാക്കി 19%, 20% വീണ്ടും കിടക്കുന്നു. എന്താ ഈ ഉണ്ടാവും? പഠിക്കാൻ പോയവരും ജോലി കിട്ടിപ്പോയവരും ഉണ്ടാവും. ശരി, അതൊക്കെ സമ്മതിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കിടപ്പുണ്ടല്ലോ ബാക്കി 19-20%. എന്താ അവർ വോട്ട് ചെയ്യാത്തത്? വോട്ട് ചെയ്തിട്ട് പ്രയോജനമില്ല എന്നൊരു ചിന്ത ജനങ്ങളിൽ വന്നിരിക്കുന്നു. അത് വലിയ ദോഷം ചെയ്യും ജനാധിപത്യത്തിന്.
അപ്പോൾ അതിന് ആക്കം കൂട്ടുന്ന രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഈ കെട്ടിമറിച്ചിൽ, ഇയാൾ അയാളെ കണ്ടു, ഇയാളെ കണ്ടു. അപ്പോൾ ഇവരെല്ലാം ചേർന്ന് എന്തോ അഡ്ജസ്റ്റ്മെൻറ്റാണ്, നമ്മളെ പറ്റിക്കുകയാണ് എന്നൊരു തോന്നൽ ജനങ്ങൾക്കും ഉണ്ടാകും. അത് കൂടുതൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അതിന് വേണ്ടിയിട്ടാണ് നോട്ടാ ബട്ടൺ കൊടുത്തത്. ഇവരാരും വേണ്ട എന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. അത് വോട്ട് ചെയ്യാനായിട്ട് അവിടെ വരെ പോകണ്ടേ, അതിനും ജനം തയ്യാറല്ല. ഇനി ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യും? ആദ്യകാലത്ത് നമുക്ക് നോട്ട ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് മനസ്സിലാക്കി ഇങ്ങനെ കുറേ അധികം പേര് വരുന്നു വോട്ട് ചെയ്യാത്തവർ. വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞ് 55%, 48%ഒക്കെ വരുന്നു. കാശ്മീരിൽ ബഹുഭൂരിപക്ഷത്തോടെ നാഷണൽ കോൺഫറൻസിൻ്റെ ഫാറൂഖ് അബ്ദുള്ള ജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം വെറും 4%. 4%. 100-ൽ 4 പേരാണ് വോട്ട് ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് ഭൂരിപക്ഷം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ തുള്ളുന്നു. ഹിന്ദി പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യാനൊക്കെ നല്ല മിടുക്കാണ് ഫാറൂഖ് അബ്ദുള്ള. നന്നായിട്ട് ഡാൻസ് ചെയ്യും കേട്ടോ. ഈ പ്രായത്തിൽ അല്പസ്വല്പം പാടുകയും ചെയ്യും, നന്നായിട്ട് ഡാൻസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നു 4% വോട്ട് വാങ്ങിച്ചിട്ട്. ഇപ്പോൾ കേരളത്തിൽ സുനിൽ നോക്കൂ, 100 പേരുണ്ടെങ്കിൽ അതിൽ 71 പേര് വോട്ട് ചെയ്തിരിക്കുന്നു. ആ 71-ൽ ഒരു 29 വോട്ട് കിട്ടുന്ന ആൾ ജയിക്കുന്നു. ജയിക്കുകയല്ല, സ്വീപ്പ് ചെയ്യുന്നു കേരളം മൊത്തം സകല സീറ്റിലും. എന്നിട്ട് അയാൾ പറയുന്നു മൃഗീയ ഭൂരിപക്ഷത്തിൽ, ഏത് 100-ൽ 29 വോട്ട് ആശാന് കിട്ടിയിരിക്കുന്നു, മൃഗീയ ഭൂരിപക്ഷം കോൺഗ്രസ്സിന് കിട്ടി, അല്ലെങ്കിൽ LDFന് BJPക്ക് കിട്ടി എന്ന് പറയുന്നു. ഇത് ജനാധിപത്യത്തിലെ ഒരു ഇൻബിൽറ്റ് ട്രബിളാണ്, ഒരു പ്രശ്നമാണിത്. ആരും ഇന്നുവരെ 50% വോട്ട് ക്രോസ് ചെയ്തിട്ടില്ല. ചില രാജ്യങ്ങളിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വരുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, അവരെ മാത്രം വെച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തും. എന്നിട്ട് അതിൽ ജയിച്ചു വരുന്ന ആൾ, അയാൾക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും 51% ഉണ്ടാവില്ല. 51 കിട്ടി, അതുകൊണ്ട് അയാളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കും. ഇതിലും വരുന്നൊരു പ്രശ്നം പോളിംഗ് പെർസെൻറ്റേജ് വീണ്ടും ഒരു പ്രശ്നമാണ്. അങ്ങനെയാണ് മറ്റു ചില രാജ്യങ്ങളിൽ വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് കുറ്റകരമാക്കി. നിങ്ങൾ പോയി ഒരു അഭിപ്രായം പറഞ്ഞേ പറ്റുള്ളൂ. ഈ നാട്ടിലെ പൗരനാണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് യുവർ ഡ്യൂട്ടീസ്. നമ്മുടെ നാട്ടിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭരണഘടനയിൽ പോലും അവകാശങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഡ്യൂട്ടീസ് എഴുതിയിട്ടില്ല. ഡ്യൂട്ടീസ് ഒരു വകുപ്പുണ്ട്, അത് പക്ഷേ ഇതാണ് നിർദ്ദേശക തത്വങ്ങളാണ്, വേണമെങ്കിൽ ചെയ്യാൻ. അപ്പോൾ ഈ സിറ്റിസൺസ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല നമുക്ക്, ആ ഒരു കൺസെപ്റ്റ് ഇല്ല. അവകാശം ഇതെല്ലാം മൗലികാവകാശം, അതല്ലാതെയുള്ള അവകാശം, നിയമപരമായ അവകാശം, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്, ഇങ്ങനെ പലവിധ റൈറ്റുകളുണ്ട്. എല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റൈറ്റ് നിഷേധിക്കപ്പെട്ടാൽ കോടതിയിൽ പോകാം. ഡ്യൂട്ടീസ് പറഞ്ഞിട്ടില്ല. ഡ്യൂട്ടിയിൽ ഇതുകൂടെ ചേർക്കണ്ടേ? നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി, സമാജത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഡ്യൂട്ടി എഴുതി വയ്ക്കുകയും ആ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ടെന്നും കൂടെ എഴുതി വയ്ക്കണം. അല്ല, വരും ഇത് ഇവോൾവ് ചെയ്ത് വരുവാണല്ലോ, ഭാവിയിൽ ഇതൊക്കെ വരാം, ഒരു പക്ഷേ വന്നു വരാം. പക്ഷേ ഇപ്പം തന്നെ വളരെയധികം താമസിച്ചിരിക്കുന്നു. അതുകൊണ്ട് മോസ്റ്റ് ഇറസ്പോൺസിബിൾ ജനതയായിട്ട് നമ്മൾ പെരുമാറുന്നു ഒരു വിഭാഗമെങ്കിലും. കുറേ അധികം പേര് ഇപ്പോഴും ഭാരതത്തിൻ്റെ ഈതോസുമായിട്ട് യോജിച്ച് നിൽക്കുന്നത് കൊണ്ട് ഭാരതം ഇങ്ങനെ നിൽക്കുന്നു. അല്ലെങ്കിൽ പണ്ടെന്നോ സായിപ്പന്മാരൊക്കെ പ്രവചിച്ച പോലെ ഇത് 10 കഷ്ണമായിട്ട് 40 കഷ്ണമായിട്ട് പോകേണ്ടതാണ്. പോയില്ല. അത്ഭുതകരമെന്ന് പറയട്ടെ, പോയിട്ടില്ല. എപ്പോഴും ഏതാണ്ട് 4 കോടിയാണ് നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ. അതിൽ 80 ലക്ഷത്തോളം എന്ന് പറയുമ്പോൾ, വോട്ട് ചെയ്യാത്തവർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4 അടുത്ത് വരുന്നു. അവർ ശരിക്കും ഈ പറഞ്ഞ പോലെ അസംതൃപ്തരുടെ പ്രതീകമാണോ? ആണല്ലോ, അല്ല അത് വേറെ എന്താ. ഇപ്പോൾ 4 കോടി ജനസംഖ്യ, അതിൽ ഏകദേശം 2.25 കോടിയാണ് വോട്ടർമാർ. ബാക്കിയുള്ളവർ വോട്ടില്ലാത്തവർ, കുട്ടികൾ, ഇവരൊക്കെ പോയിട്ട് 2.25. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2.6 crores ആയിരുന്നു വോട്ടർ സംഖ്യ. ഇത്തവണ അത് 2.7, 2.75 വന്നിട്ടുണ്ടെന്ന് വയ്ക്കുക. അതിൻ്റെ 29% ആണ്. അപ്പോൾ ടോട്ടൽ ജനസംഖ്യയിലേക്ക് അതെടുത്ത് കഴിയുമ്പോൾ ഒരു 24-25%. സുനിൽ പറഞ്ഞത് ശരിയാണ്. ഏകദേശം 1 കോടിയോളം, 4-1 ആൾക്കാർ അൺറെപ്രസെൻറ്റഡ് ആയിട്ട് പോകും. വോട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, ദേ ഡോണ്ട് ഹാവ് എ റെപ്രസെൻറ്റേറ്റീവ്, ദേ ഹാവ് നോട്ട് വോട്ടഡ് എനിബഡി. ഇപ്പം ഞാൻ BJPക്ക് വോട്ട് ചെയ്ത് BJP സ്ഥാനാർത്ഥി തോറ്റുപോയെന്ന് വെച്ചോ, ബട്ട് സ്റ്റിൽ എൻ്റെ അഭിപ്രായം ജനാധിപത്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ BJPക്ക് ഇത്ര ആളുണ്ട് കേട്ടോ
എന്നൊരു കാൽക്കുലേഷൻ എല്ലാവരുടെയും ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ. നിങ്ങൾ ഭരണത്തിലാണോ പ്രതിപക്ഷത്താണോ എന്നുള്ളത് പ്രശ്നമല്ല, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ മറ്റുള്ളവർ ഭരണകക്ഷിയാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും പറയും അവിടെ BJPയുടെ വലിയ കോൺസെൻട്രേഷനാണ്, സൂക്ഷിക്കണം, അവർ തിരിഞ്ഞു കടിച്ചാൽ അത് പ്രശ്നമാകും. ഇങ്ങനെയൊക്കെയുള്ളൊരു കരുതൽ ജനാധിപത്യത്തിലുണ്ടാവും. അതുകൊണ്ടാണ് ജനാധിപത്യത്തിൽ ജയിച്ചവൻ മാത്രമല്ല തോറ്റവനും ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ തോൽക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് വോട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നൊരു മണ്ടത്തരം പലരും ചെയ്യാറുണ്ട്. BJPയിൽ അത് വളരെ കൂടുതലാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം നിരന്തരം തോറ്റ് നിരാശരായ ഒരു ഗ്രൂപ്പാണ് BJP. ഇനിയിപ്പം നടക്കുന്ന കേസല്ല, ഇപ്പം വെറുതെ വെള്ളം എന്ത് കാര്യം ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വോട്ട് ചെയ്യാതിരിക്കും. ഇവർ BJP ഓരോ വോട്ടും ചെയ്യുമ്പോൾ BJPക്ക് കൂടുതൽ കിട്ടുന്ന ഓരോ വോട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പേർക്ക് വോട്ട് ചെയ്യാനുള്ള പ്രചോദനമാകും. അങ്ങനെ ഒരു പാർട്ടിയെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാം. അങ്ങനെയാണല്ലോ രണ്ടിൽ നിന്ന് ഇന്നത്തെ BJPയിലേക്ക് വന്നത്. ഇന്നത്തെ BJPയിലേക്ക് വന്നത് അങ്ങനെയാണ്. അതിൻ്റെ കൂടെ ഈ പൊളിറ്റിക്കൽ ഷോർട്ട് കട്ട്സ് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അതിനകത്ത് വേണ്ടാത്ത ഏജൻറ്റുമാരെ അവരവരൊക്കെ ഇടപെടുത്തി കഴിഞ്ഞാൽ അവസാനം ചീത്തപ്പേരാകുകയുള്ളൂ. ഇപ്പോഴും ഈ വേണ്ടാത്ത സംസാരം ഉണ്ടാവാൻ കാര്യം എന്താ? മാന്യന്മാരായിരുന്നെങ്കിൽ EP ജയരാജൻ ഇത് മിണ്ടുകയില്ല, ശോഭാ സുരേന്ദ്രൻ മിണ്ടുകയില്ല. ഇതിനകത്ത് TG നന്ദകുമാറിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് അയാളാണ് ഇതെല്ലാം കൂടെ വിളിച്ച് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ലാതെ. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ഇടനിലക്കാരൻ? എനിക്ക് മനസ്സിലാവണില്ല. നമ്മൾ ഇന്നലെ സംസാരിച്ചത് അതെ. അപ്പോൾ യു ക്യാൻ ഹാവ് പൊളിറ്റിക്കൽ ഷോർട്ട് കട്ട്സ്. ഐ എം നോട്ട് അഗൻസ്റ്റ് ദാറ്റ്. ഐ ആം ഫോർ എവറി അലയൻസ്. നിങ്ങൾ ആരുമായിട്ടും അലയൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ അടർത്തിയെടുത്തുകയോ മാറുകയോ പെടുകയോ ഇതെല്ലാം ജനാധിപത്യത്തിൽ പെർമിറ്റഡ് ആണ്, അതിൽ തെറ്റൊന്നുമില്ല. ബട്ട് അത് ഡീസൻ്റായിട്ട് ചെയ്യണം. പീപ്പിൾ ഷുഡ് നോട്ട് സീ ദാറ്റ് യു ആർ നിങ്ങൾ എന്തൊക്കെയോ കളിക്കുകയാണ്, ഒളിച്ചു വയ്ക്കുകയാണ്, ഏജൻറ്റ് വഴി വർക്ക് ചെയ്യുകയാണ് എന്നൊക്കെ. ഇപ്പോൾ ഈ സ്ട്രെയിറ്റ് ചോദ്യത്തിന് ആർക്കും ഉത്തരവില്ല. ജയരാജന് BJPയിൽ ചേരണം തന്നെ വയ്ക്കുക. ജയരാജന് കോണ്ടാക്ട്സ് ഉണ്ട് BJPയിൽ ഡയറക്റ്റ്. BJPക്കാർക്ക് ജയരാജനെ എടുക്കണമെന്ന് വെച്ചോ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട് CPMുമായിട്ട്. എന്തിനാണ് ഒരു ഇടനിലക്കാരൻ? എന്തിനാണ് ഒരു കൂട്ടുകാരൻ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് ജനങ്ങൾക്കൊരു സംശയം തോന്നുന്നത്, വിശ്വാസം വരുന്നത്. മാത്രമല്ല പിണറായി വിജയൻ പറഞ്ഞു ഒരവതാരവും എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പിണറായി വിജയൻ്റെ കൂടെ 12ാമത്തെ അവതാരം മറ്റോ അവതരിച്ച് അത് കഴിഞ്ഞു, ഇനി 13ാമത്തെ വരാനിരിക്കും. അവതാരങ്ങളുടെ വലിയൊരു സംഘം തന്നെ ആ മനുഷ്യൻ്റെ കൂടെ. സ്ഥിരം പാർട്ടിക്കുള്ളിൽ പുള്ളിയുടെ കോട്ടേറി എന്ന് പറയുന്ന അവതാരങ്ങളുണ്ട്. അതുകൂടാതെ ഇറക്കുമതി ചെയ്ത ഒരുപാട് അവതാരങ്ങൾ വേറെ. ഉപദേശി എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വൈസർ, പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ അഡ്വൈസർ എന്ന് പറഞ്ഞിട്ട് ക്യാബിനറ്റ് റാങ്കൊക്കെ കൊടുത്ത് നിയമിക്കുക. ഇതൊക്കെ ചെയ്ത മനുഷ്യൻ ജയരാജനോട് പറയുന്നു കൂട്ടുകൂടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലില്ല. പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാണ്. EP ജയരാജൻ്റെ ആരും ജയിലിലൊന്നും ഇല്ലല്ലോ. ഈ മനുഷ്യൻ ഈ വലിയ മന്ദം വെച്ചിട്ട് ഉണ്ണിമന്തുള്ള ജയരാജനെ ഉപദേശിക്കുന്നു കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതും ഒരു കാര്യമാണ്. കൂട്ടുകെട്ട് കെട്ടി ഞാൻ 2 കാലിലും മന്ദായിട്ട് നിൽക്കുകയാണ് ചേട്ടാ, ചേട്ടനെങ്കിലും കുഴപ്പത്തിലാവരുത് എന്നുള്ള അഭ്യർത്ഥനയും വരാതിരിക്കട്ടെ എന്നാണ്. അതുമാകാം. ഏതായാലും അതൊരു മഹാമോശം പ്രവൃത്തിയായിപ്പോയി. ഈ വക കാര്യങ്ങൾ കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് വോട്ടർമാർ മാത്രമല്ല അതിൽ തന്നെ യുവതലമുറ അവർ ബുദ്ധിമുട്ടി ഇവിടെ വന്ന് വോട്ട് ചെയ്യാൻ അവർ തയ്യാറില്ല. ഞാൻ ആകെ വായിച്ചൊരു വാർത്തയിൽ വടകരയിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ബാംഗ്ലൂർ താമസിക്കുന്ന കുട്ടികളെ 9 ബസ്സിൽ കയറ്റി കൊണ്ടുവന്ന് ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യിച്ചു എന്നൊരു വാർത്ത ഞാൻ കണ്ടു. അങ്ങനെ ചെയ്യിച്ചെങ്കിൽ അതൊരു സാമർഥ്യം തന്നെയാണ് ഷാഫിയുടെ. 9 ബസ്സെങ്കിൽ ഒരു 9 ഒരു 450 വോട്ട്. ശരി, അത്രയും എഫർട്ട് എടുത്തില്ല, പിള്ളേർ വന്നില്ല. അതുതന്നെ ദാറ്റ് ഷോസ് ദാറ്റ് യങ് ജനറേഷനാണ് ഇതിൽ മടിച്ചു നിൽക്കുന്നത്. യങ് ജനറേഷൻ സ്ഥലത്തുള്ളവരും ബൂത്തിൽ പോകുന്നില്ല, പുറത്തുള്ളവർ പുറത്താണെന്നുള്ള കാരണം പറഞ്ഞ് ബൂത്തിലേക്ക് വരുന്നുമില്ല. ഇറ്റ് ഹാസ് ബിക്കം വെരി ഡിഫിക്കൽട്ട് ടു മൊബൈലൈസ് പീപ്പിൾ ടു കം ടു ബൂത്ത്. എല്ലാവരും മൊബൈലിലും TV-യിലും ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ബൂത്തിൽ വന്ന് സപ്പോർട്ട് ചെയ്യില്ല. ആ ഒരവസ്ഥ ജനാധിപത്യത്തിന് വലിയ അപകടമാണ്. ഏതായാലും ചെയ്യാതെ പോയ 80 ലക്ഷം വോട്ടുകൾ 80 ലക്ഷം മനുഷ്യരാണ്. ജനാധിപത്യത്തിൻ്റെ പ്രതിനിധികൾ തന്നെയാണ് അവരുടെ ശബ്ദം
നിശബ്ദമായി അവർ സംസാരിക്കുന്നുണ്ട്. അവരുടെ നിശബ്ദമായ വാണിംഗ് പൊളിറ്റിക്കൽ പാർട്ടികൾ ഇനിയെങ്കിലും കേൾക്കണം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.